എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ക്ലാസ് എടുക്കാനായി പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ഈ വീഡിയോസ് എല്ലാം കൂടി ചേർത്ത് ഞാനൊരു പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെതും വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കാം, 10ാമത്തെ ചാപ്റ്റർ ഏതാണ്? വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഫസ്റ്റ് വന്നിട്ട് പീലിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാത്രിയിലെ ആകാശ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചില്ലേ? യാത്രയ്ക്ക് ശേഷം അപ്പു എഴുതിയ വിവരണമാണ് ഈ താഴെ എന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടിരുന്നാൽ മതി. നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രൻ്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്. മുത്തുമണികൾ വാരി വിതറിയിരിക്കുന്ന പോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു, അതൊരു ഗ്രഹമാണ്. അത്ഭുതത്തോടെ നോക്കി നിന്ന് ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, അതാണ് ശുക്രൻ. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ശുക്രനെ പറ്റി മാത്രമേ ഉള്ളൂ. അവിടെ നോക്കാം, സൂര്യനൊരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം ഏത്? ശുക്രനാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ സൂര്യനൊരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും ആരാണ്? സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. അപ്പോൾ സൂര്യനൊരു നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളും എന്ത് ചെയ്യുന്നു? ഉണ്ട്. അവിടെ നോക്കുക, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ വളരെ ചെറുതായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? വളരെ ചെറുതായി കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങൾ എന്താണ്? സ്വയം കത്തുന്ന ഭീമാകാരമായ വളരെ വലിയ ആകാശഗോളങ്ങളാണ് എന്ത് പറയുന്നത്? നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഏത് പറയുന്നത്? ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടത്തെയാണ് ഗാലക്സികളെന്ന് പറയുന്നത്. അവിടെ നോക്കുക, നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അപ്പോൾ നക്ഷത്രത്തിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നിരന്തരമായിട്ട് ദിശാവ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നതായി തോന്നുന്നത്? മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്? സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ എന്ത് ചെയ്യുന്നു? ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അടുത്ത്, നാം അധിവസിക്കുന്ന ഗോളം ഏതാണ്? ഭൂമിയാണല്ലേ. ഭൂമി ഒരു ഗ്രഹമാണ്. അപ്പോൾ എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അപ്പോൾ ഇവ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ അവ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആകാശഗോളങ്ങളാണ് എന്ത് പറയുന്നത്? ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അപ്പോൾ ഗ്രഹങ്ങൾക്ക് ചൂടായാലും പ്രകാശമായാലും സ്വയമായിട്ട് പുറപ്പെടുവിക്കാനുള്ള ശേഷി ഇല്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. അപ്പോൾ ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് ഓരോന്നിൻ്റെ പ്രത്യേകതകൾ താഴെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വയം കറങ്ങുന്ന സൂര്യനെ വലം വയ്ക്കുകയും സ്വയം കറങ്ങുകയും ചെയ്യുന്ന ഗോളങ്ങളാണ് എന്ത് പറയുന്നത്? ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധൻ എന്നാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ശുക്രൻ നോക്കോ, പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രൻ. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം എന്നൊക്കെ വിളിക്കുന്നത് ഭൂമിയാണ്. ചൊവ്വ ചുവന്ന ഗ്രഹമാണ് ചൊവ്വ.
അടുത്ത് വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് വ്യാഴമെന്ന് പറയുന്നത്. ശനി എന്താണ്? വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി. യുറാനസ് ഏറ്റവും തണുത്ത ഗ്രഹമാണ്. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പം ഈ എന്താണ് ആ ടേബിള് പഠിച്ചു വെച്ചേക്കാം. അടുത്ത് നോക്കാം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അപ്പോൾ സൗരയൂഥം എന്താണ്? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേരുന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് ആരാണ്? സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ് ആണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥം അഥവാ ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയും. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത്? പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നോക്കൂ, വാൽ നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരനാണ് വാൽനക്ഷം. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് ആരെന്ന് പറയുന്നത്? വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ വാൽ നക്ഷത്രത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്? ധൂമകേതുക്കൾ എന്ന് പറയുന്നത്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നതാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങും. അപ്പോൾ സൂര്യനോട് അടുക്കുമ്പോഴാണ് ഇവയുടെ വാൽ എന്ത് ചെയ്യുന്നത്? സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നത്. അടുത്തത് ക്ഷുദ്രഗ്രഹം. ചൊവ്വയും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അടുത്തത് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് എന്ത് പറയുന്നത്? കുള്ളൻ ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അടുത്തത് ഉൽക്കകൾ. ഉൽക്കകൾ എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. അപ്പോൾ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് എന്ത് പറയുന്നത്? ഉൽക്കകളെന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആകാശത്ത് പെട്ടെന്ന് എന്തോ ഇങ്ങനെ മിന്നി മായുന്നത് പോലെ തോന്നും. അപ്പോൾ അവയാണ് എന്ത് പറയുന്ന ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിക്കരിഞ്ഞ് തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉൽക്കകളെ പ്രാദേശികമായി എന്തറിയപ്പെടുന്നു? കൊള്ളിമീനുകളെന്ന് അറിയപ്പെടുന്നു. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളെന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചു കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് എന്ത് പറയുന്നത്? ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ ഒരു ദിവസം വലം വയ്ക്കാൻ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും? 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം അല്ലെങ്കിൽ ഒരു സിഡറേൽ മന്ത് എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കുക. കണ്ട, സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം എന്ന് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. അപ്പോൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രഹങ്ങൾ ആരെ വലം വയ്ക്കുന്നത്? സൂര്യനെ വലം വയ്ക്കുന്നത്.
ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ഒരു ആകർഷണ ബലമുണ്ട്. ഈ ആകർഷണ ബലമാണ് എന്ത് ചെയ്യുന്നത്, ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. അപ്പോൾ ഗ്രഹങ്ങൾക്കെല്ലാം അവയുടെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു അച്ചുതണ്ടുണ്ട്. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു, സ്വയം കറങ്ങുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ എന്താണ്, സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാര പാതയാണ് അവയുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ഒരു ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം എന്ത് ചെയ്യുന്നു, കറങ്ങുകയും ചെയ്യുന്നു. അടുത്തത്, ബഹിരാകാശ സഞ്ചാരിയായി സുനിത വില്യംസ് ഭൂമിയെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് നോക്കോ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കിക്കാണാനായി ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിച്ചു. അടുത്ത നോക്കോ, ബഹിരാകാശം ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. അപ്പോൾ ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് എന്ത് പറയുന്നത്, ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കുന്നുണ്ട്. അടുത്ത, സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഈ ആകൃതി. ഈ ആകൃതി എന്ത് പറയുന്നു, ജിയോയിഡ് എന്ന് പറയും. അപ്പം ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാ പ്രദേശം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി എന്താണെന്ന് പറയുന്നത്, ജിയോയിഡ്. അപ്പം ഭൂമിയുടെ ആകൃതി എന്താകൃതിയാണ്, ജിയോയിഡ് ആകൃതിയാണ്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്, ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ എന്താണ് വിശ്വസിച്ചിരുന്നത്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും എന്ത് ചെയ്യുന്നു, വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചു. ആര്യഭട്ടൻ മാത്രമല്ല, തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്നും തെളിയിച്ചു. പിൽക്കാലത്ത് മഗലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര എന്ത് തെളിയിച്ചു, ഭൂമി ഉരുണ്ടതാണെന്നും തെളിയിച്ചു. അടുത്തത് നോക്കോ, ഭൂമി എന്തുകൊണ്ടാണ് നമുക്ക് നീല നിറത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്? ഗ്ലോബിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഭൂമി എന്താണ്, നീല നിറത്തിലാണ് കാണുന്നത് അല്ലേ? എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിന് ഏകദേശം 71% എന്താണ്, ജലമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അപ്പോൾ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് എന്ത് പറയുന്നത്, അന്തരീക്ഷമെന്ന് പറയുന്നത്. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശങ്ങളും എവിടെ അടങ്ങിയിട്ടുണ്ട്, അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ചൂടും തണുപ്പും ഒക്കെ ക്രമീകരിച്ച് എന്താണ്, ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. അവിടെ നോക്കിക്കോ, ഭൂമിയുടെ ചലനങ്ങൾ. 2 കോൺവെർസേഷനാണ്. അച്ഛാ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്ത് പറയുന്നു, മോന് സുഖമല്ലേ, ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള സമയക്രമങ്ങൾ
ഉണ്ടാവുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയും, പിന്നെ ഒരിടത്ത് നമ്മുടെ ഇപ്പോൾ സമയം ഇവിടെ രാത്രി 8 മണിയാണെങ്കിൽ വേറൊരു രാജ്യത്ത് എന്താണ് ഒരു രാവിലെ 8 മണി 7 മണിയൊക്കെ ആവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ചലനം കാരണമാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സമയക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് ഭൂമിയുടെ ഒരു പകുതിയിലാണ് ഒരു സമയത്ത് എന്ത് ചെയ്യുന്ന സൂര്യപ്രകാശം ലഭിക്കുന്നത്. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യൻ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് എന്ത് ചെയ്യും? സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് എന്ത് പറയുന്നത്? ഭ്രമണം. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണമെന്ന് പറയുന്നത്. അപ്പോൾ ഭ്രമണം കാരണമാണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? പകലും രാത്രി മാറി മാറി അനുഭവപ്പെടുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അപ്പോൾ ഭൂമി ഭ്രമണം ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം വേണം. ഇതാണ് ഒരു ദിവസം. അപ്പോൾ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡ് വേണം. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം. അപ്പോൾ ഭ്രമണം ചെയ്യുന്നത് മാത്രമല്ല, ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെയാണ് പരിക്രമണമെന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റിക്കറങ്ങാൻ ഭൂമിക്ക് 365 ദിവസം വേണം. അപ്പോൾ ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണം? 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്തമായി ഋതുക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് ഋതുക്കൾ ഉണ്ടാവുന്നത്. അടുത്ത നോക്കാം, ഋതുക്കൾ. ഒരു മുത്തശ്ശി കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തൻ ഉടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എന്താണ്? ഇടവപ്പാതി മഴ. ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടം കഴിയുന്നതോടെ ശമിക്കും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനുമാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കുക. അപ്പോൾ വൃശ്ചികം ധനുവും പ്രകൃതിയെ തണുപ്പിക്കുന്നു. മകരമാസത്തിൽ ചില വൃക്ഷങ്ങളില പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം മീനം മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. ഏറ്റവും ചൂട് കൂടിയ മാസമാണ് ഏത്? കുംഭം മീനം മേടം. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതി ആ സമയത്ത് മനോഹരമാക്കിക്കൊണ്ടിരിക്കും. ഓരോ മലയാള മാസത്തിലും എന്തെല്ലാം ഭൂമിയിൽ സംഭവിക്കുന്നു, എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവുന്നു. ഇതാണ് മുത്തശ്ശി എന്ത് ചെയ്യുന്നത്? കുട്ടിയൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നത്. മുത്തശ്ശിയുടെ അനുഭവം വായിച്ചില്ലേ? കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചല്ലേ മുത്തശ്ശി ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ വരും? മഴ, ചൂട്, പിന്നെ എന്താണ്? ചെടികൾ പൂക്കുന്നു, തൊടിയിൽ മാവും പ്ലാവും ഒക്കെ കായ്ക്കുന്ന സമയം അല്ലേ? ചിങ്ങമാസത്തിലെ സമ്പൽ സമൃദ്ധി. ഇവിടെ ഇതൊക്കെ മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പറയുന്നുണ്ട്. ഈ ചിത്രം കണ്ടില്ലേ? മഴക്കാലമുണ്ട്, ശൈത്യകാലമുണ്ട്, ചൂടുകാലം അല്ലെ വേനൽക്കാലം. ഇതൊക്കെ ആ ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത നോക്കാം, വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ചുറ്റുപാടും എന്തൊക്കെ വേനൽക്കാലത്ത് എന്ത് ചെയ്യും? ജലാശയങ്ങൾ വറ്റി വരളും. പിന്നെ എന്ത് ചെയ്യും? ചൂട് കൂടും അല്ലേ? മഴക്കാലത്ത് പുഴകൾ നിറഞ്ഞൊഴുകും. പിന്നെ എന്താണ്? കിണറുകളിലും മറ്റുമൊക്കെ എന്ത് ചെയ്യും? വെള്ളം നിറയും. മഞ്ഞുകാലത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവും അല്ലേ? കേരളത്തിലെ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റു പ്രദേശങ്ങളിലും ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണം. അപ്പോൾ ഋതുഭേദങ്ങൾ കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലും. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു.
അപ്പോൾ ഋതുഭേദങ്ങൾ മാറുമ്പോൾ അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഉണ്ടാകും. 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഭ്രമണവും പരിക്രമണവും. ഭ്രമണം എന്താണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. പരിക്രമണം ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, പരിക്രമണമെന്ന് പറയുന്നത്. അടുത്ത ഋതുക്കൾ ഉണ്ടാവുന്നു. അടുത്ത നോക്കിയോ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥ എന്താണെന്നാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. അപ്പോൾ ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് എന്ത് പറയുന്നത്, ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതി എന്ത് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു. അടുത്ത കാലാവസ്ഥ. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് എന്ത് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് എന്ത് പറയുന്നത്, കാലാവസ്ഥ. താഴോട്ടുള്ള ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കാലാവസ്ഥയും ജനജീവിതത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതാണെന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ നോക്കോ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്നുള്ള ആ നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൽ നിന്നുള്ള ആ കൃതിയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗമാണ്. എസ്.കെ. പൊറ്റക്കാടാണ് എന്തെഴുതിയ, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. അവിടെ നോക്കോ, പാതിരാ സൂര്യൻ്റെ നാട്. പാതിരാ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. പാതിരാ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്, നോർവേ. യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്, യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്താണ്. വർഷങ്ങളിൽ അധിക കാലവും മഞ്ഞ് പൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ 6 മാസം തുടർച്ചയായ പകലും 6 മാസം തുടർച്ചയായ രാത്രിയും. ജനവാസം കുറവുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇനിയുട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലൈഡുകളിൽ സഞ്ചരിക്കുന്ന സാധാരണ കാഴ്ചയാണ്. അവിടെ തദ്ദേശീയരുടെ പേരെന്താണ്, ഇനിയുട്ടാണ്. അവർ വളർത്തുനായ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസയോഗ്യമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീല്, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗം. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇഗ്ലു എന്താണ്, ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇനിയുട്ട് അഥവാ എസ്കിമോകൾ. ഇവർ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗങ്ങളാണ് ഇനിയുട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ എന്ന് പറയുന്നത്. ഇവർ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെയാണ് എന്ത് പറയുന്നത്, ഇഗ്ലു എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്നും വളരെയധികം ഡിഫറൻ്റ് ആണ് എന്ത് പറയുന്നത്, ഉഷ്ണ മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഉഷ്ണ മരുഭൂമിയിലെ പ്രത്യേകത എന്താണ്, വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. അപ്പോൾ ഇവിടെ പകൽ സമയത്ത് ചൂട് വളരെ കൂടുതലാണ്, രാത്രി വളരെ കുറവാണ്. മഴ തീരെ കുറവായി ഈ പ്രദേശങ്ങളിൽ ഉയർന്ന ചൂടും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണ് ഉള്ളത്. അപ്പോൾ ഉഷ്ണ മരുഭൂമിയിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണ് എന്തോ ഉള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമിയുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തിനും ഉപയോഗിക്കുന്നതിന് മരുഭൂമികൾ സാധാരണ കാഴ്ചയാണ്. മരുഭൂമി എന്താണ്, രാത്രി താപം കുറവാണ്, പകൽ എന്താണ്, താപം കൂടുതലാണ്. പിന്നെ വിശാലമായ മണൽ പരപ്പാണ്. പിന്നെ എന്താണ്, മഴ തീരെ കുറവായ പ്രദേശം, വരണ്ട കാറ്റും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നു, ജനവാസം തീരെ കുറവാണ്. അടുത്ത നോക്കാം.
ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണ് ഉള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. അപ്പോൾ ആഹാരം, വസ്ത്രരീതി, കൃഷി, തൊഴിൽ, വീട് നിർമ്മാണം, ആഘോഷം അതെല്ലാം അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചാണ് അവർ രൂപപ്പെടുത്തുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടൽ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റം വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ആ ബോക്സ് ജസ്റ്റ് വായിച്ചാൽ മതി. നോക്കോ, 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വത്തി ലോകജനത്തോട് നടത്തിയ അഭ്യർത്ഥനയാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് എന്ത് പറയുന്ന ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും നമുക്ക് സാരമായി ബാധിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതി എന്ത് ചെയ്യുന്നു? അത് സാരമായി ബാധിക്കും. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം വന്നാൽ അത് എന്ത് ചെയ്യുന്നു? പ്രകൃതിയെ വളരെ വേഗം എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. അടുത്ത് നോക്കാം, കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഗോള താപനനില ഉയരും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ ആഗോള താപനനില ഉയരുന്നു. സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും ഉണ്ടാകും. കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. വരൾച്ച ഉണ്ടാകും. ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകും. അപ്പോൾ ഇത്രയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് പറയുന്നത്. ഇതാണ് ആഗോള താപനനില ഉയരും, സമുദ്രനില ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച ഉണ്ടാകും, ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകും. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അടുത്ത് നോക്കാം, മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. എന്തൊക്കെയാണ്? വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, വനനശീകരണം, അല്ലേ, എന്താണ്, ജലമലിനീകരണം, വായു മലിനീകരണം, ഇതൊക്കെ കാലാവസ്ഥ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെ വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു. ഇതിന് ഉദാഹരണമാണ് എന്ത് പറയുന്നത്? ഹരിത കേരളം മിഷൻ പദ്ധതി. എന്താണ്? മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. അപ്പോൾ മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത് പറയുന്ന ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കുക. ജസ്റ്റ് വായിച്ച് വിട്ടിരുന്നാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ക്ലാസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇനി 5th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിൽ ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ. അത് ഇന്നോ നാളെയോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഈ 5th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ കഴിയും. അടുത്ത് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ
ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രമായിരിക്കും ഇത് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.